അത് പിന്നെ സത്യം പറയടി, എന്താ പരിപാടി? ഒന്നുമില്ല അക്കമ്മേ. ഒരുത്തിക്ക് ചെറിയൊരു പണി കൊടുക്കാനുള്ള കൊട്ടേഷനാ. നടത്തി കൊടുത്ത കുറച്ച് കാശ് കൈ തടയും. പിന്നെ ഈ ഫീൽഡ് വിട്ട് മോളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാനാ എന്റെ പരിപാടി. ഈ ജീവിതം മടുത്തു അക്കമ്മേ. അക്കമ്മ തടസ്സം നിൽക്കരുത്. പണിയെന്ന് പറയുമ്പോ ഏത് സൈസ് പണിയാ? ചെറുത്, അത്ര കാര്യമായിട്ടൊന്നുമില്ല. എന്റെ കൂടെയുള്ളവര് വല്ലവരും ആണോ? ഏയ്, അതിനുള്ള ധൈര്യം ഞാൻ കാണിക്കൂ? ഞാൻ ഈ ജയിലില് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കാൻ സമ്മതിക്കാറില്ല. നീ നിന്റെ മോളുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ കണ്ണടയ്ക്കുന്നത്. താങ്ക് യു അക്കമ്മേ. ഞാനും എന്റെ മോളും അക്കമ്മയോട് എന്നും കടപ്പെട്ടവരായിരിക്കും. മോള് ആ നശിച്ചവള് പരാതി കൊടുത്തതുകൊണ്ട് എനിക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിക്ക് ഒരു കണക്കുമില്ല. പുറത്തിറങ്ങിയ ആദ്യം അവളെ തീർക്കണം. എന്തായാലും ആ പിശാചിന്റെ പേര് പറഞ്ഞതുകൊണ്ട് അക്കമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആദ്യമായിട്ടാ ആ സാധനത്തിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായേ. ഗിരിയേട്ടാ, ദാ ചായ. രാവിലെ മുതൽ ഗിരിയേട്ടനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. മഞ്ജുവിനോടുള്ള വാശി ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? എന്തിനാ സ്വന്തം ആരോഗ്യം കളയുന്നത്? വാ, വന്നെന്തെങ്കിലും കഴിക്കേ, ഞാൻ വിളമ്പി വെക്കാം. വേണ്ട, എനിക്ക് ആരോടും ഒരു വാശിയുമില്ല. വിശപ്പില്ലാത്തോണ്ടാ. ഗിരിയേട്ടൻ ആരോടാ നുണ പറയുന്നേ? ഞാൻ ഈ വീട്ടിൽ കയറിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ എങ്കിലും ഇവിടെ ഉള്ളവരെല്ലാം എന്റെ സ്വന്തം കുടുംബത്തെ പോലെ എനിക്കറിയാം. ഗിരിയേട്ടനെ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ജുവിനോട് ഗിരിയേട്ടന് ദേഷ്യം തോന്നിയാലൊരു ന്യായമുണ്ട്. മഹിമ എന്ത് ചെയ്തിട്ടാ മഞ്ജു അവളെ ഇത്രമാത്രം പിന്തുണയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. അവർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായപ്പോ അവരെ സഹായിച്ചത് ഗിരിയേട്ടനല്ലേ? അതിന്റെ ഒരു നന്ദിയെങ്കിലും അവർക്ക് ഗിരിയേട്ടനോട് കാണിക്കാമായിരുന്നു. ഞാൻ ചെയ്തത് എന്റെ കടമയാ. അതിന് എനിക്ക് ആരുടെ നന്ദിയൊന്നും വേണ്ട. അങ്ങനെ ചിന്തിക്കുന്നത് ഗിരിയേട്ടന്റെ വിശാല മനസ്കത. പക്ഷെ മഞ്ജു മഹിമയും അതെല്ലാം മറക്കുന്നത് തെറ്റാ. മഹിമയുടെ കാര്യം പോട്ടെന്ന് വെക്കാം. മഞ്ജു എന്താ ഇങ്ങനെ പെരുമാറുന്നേ? അവള് ഗിരിയേട്ടന്റെ ഭാര്യയല്ലേ, കുഞ്ഞിന്റെ അമ്മയല്ലേ? എന്നിട്ടും ഗിരിയേട്ടനെ ചതിക്കാൻ അവക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രീതി വെറുതെ ഓരോന്നും തെറ്റിദ്ധരിക്കരുത്. മഞ്ജു എന്നെ ചതിച്ചിട്ടില്ല, ചതിക്കാൻ പോകുന്നുമില്ല. എനിക്ക് അവളെ വിശ്വാസമാണ്. മഞ്ജുവിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മാധവൻ സാറിനോട് ഞാൻ ചെയ്ത തെറ്റിന് അവൾക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അവൾ ഇപ്പോഴും എന്റെ കൂടെ ജീവിക്കുന്നത് എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ്. മാധവൻ സാറിനോട് ചെയ്ത തെറ്റിന് മഞ്ജു എന്ത് ശിക്ഷ തന്നാലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. എനിക്ക് അവളെ ഒരിക്കലും വെറുക്കാൻ സാധിക്കില്ല. മഞ്ജു കാരണം ജയിലിൽ ഗിരിയേട്ടൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്ന് എനിക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. ഇത്രയൊക്കെ മഞ്ജു ദ്രോഹിച്ചിട്ടും ഗിരിയേട്ടൻ എങ്ങനെയാ മഞ്ജുവിനെ സ്നേഹിക്കാൻ കഴിയുന്നേ? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. അത് പറഞ്ഞ പ്രീതിക്ക് മനസ്സിലാവില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ മഞ്ജു സ്റ്റേജിൽ പാട്ട് പാടുന്ന കേട്ടിട്ട് മനസ്സിൽ അവളോടൊരു ഇഷ്ടം തോന്നിയത്. പിന്നീട് പരസ്പരം വെറുക്കുന്ന തരത്തിൽ വളരേണ്ടി വന്നെങ്കിലും ദൈവമായിട്ട് ഞങ്ങളെ ഒരുമിപ്പിച്ചു. ഒരു ദമ്പതികളും ജീവിതകാലം മുഴുവൻ നേരിടാത്ത അത്രയും പ്രശ്നങ്ങളാ ഞങ്ങൾ ഈ 1 വർഷം കൊണ്ട് നേരിട്ടത്. എന്നിട്ടും ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചല്ലേ?
വൈകാതെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ പുണ്യം ചെയ്തുകൊണ്ടായിരിക്കും ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത് മഞ്ജുവിന്റെ ഭാഗ്യ. ഭാഗ്യം ചെയ്തത് ഞാനാ. എന്നെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കാനാ അവള് ശ്രമിക്കുന്നത്. അതിന്റെ മാറ്റം എനിക്ക് സംഭവിക്കുന്നുമുണ്ട്. ഏതൊരു ഭർത്താവും അങ്ങനൊരു ഭാര്യയല്ലേ ആഗ്രഹിക്കുക. അവളുമായി ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ എനിക്ക് ഒരു പെണ്ണിനോട് മാത്രമേ സ്നേഹം തോന്നിയിട്ടുള്ളൂ. മരിക്കുന്നത് വരെ ഞാൻ അവളുടേത് മാത്രമായിരിക്കും. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കയറ്റിട്ടും മഞ്ജുവിനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. സാരമില്ല, ഭാവിയിൽ ഇതേ ആത്മാർത്ഥതയോടെ ഗിരിയേട്ടൻ എന്നെ സ്നേഹിക്കും. എനിക്കത് മതി. എന്താ മുളിച്ചേ? അടികൊണ്ടതിന്റെ ക്ഷീണത്തിലാണോ? എന്നെക്കാൾ ക്ഷീണം എന്നെ തല്ലാൻ വന്നവർക്കുണ്ടാവും. അവരുടെ കാര്യം പോയി അന്വേഷിക്കും. ആന്റിയുടെ വാക്ക് കേട്ടിട്ടല്ലേ അവരെന്നെ തല്ലാൻ വന്നേ. പോയി അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്ക്. എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ നോക്കാൻ എനിക്കറിയാം. അവർക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ ജയിലിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വ്യക്തമാക്കിയതിന് ശേഷവും നീ എന്നോട് ഉടക്കാൻ വരികയാണോ? ന്യായം സ്വന്തം ഭാഗത്താണെങ്കിൽ ആരോട് വേണമെങ്കിലും ഉടക്കാന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ജയിലില് നിന്റെ അച്ഛനില്ല മോളെ. ഇവിടുത്തെ 4 ചുവരുകൾക്കുള്ളിൽ ന്യായവും അന്യായവും എല്ലാം തീരുമാനിക്കുന്നത് ഈ ഞാനാ. അതിനെ വെറുതെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച നീ വിവരം അറിയും. ഇന്നലെ കിട്ടിയതേ വെറും ടെസ്റ്റ് ഡോസാ. വെറുതെ ചിരിപ്പിക്കാതെ. നിങ്ങൾ കാണുമ്പോഴേ വിചാരിക്കുന്ന പോലെ അത്ര ടെററൊന്നും അല്ല. പുറത്ത് ഇതിനേക്കാളും വലിയ പ്രശ്നക്കാരെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ ആന്റിയൊക്കെ വെറും ഞാഞ്ഞൂല. ആരാടി നീ ഞാനൂലെന്ന് വിളിക്കുന്നേ? ഇവരെ അത് മനസ്സിലായില്ലേ? എടി, ഇവിടെ നിർമ്മല മാഡം ആന്റിയുടെ പോക്കറ്റിലായതിന്റെ ധൈര്യമാ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ മുന്നിലൊക്കെ ദാത കളിച്ച് നടക്കണമെങ്കിൽ ആയിക്കോളും. എന്നോട് മുട്ടാൻ വരണ്ട. ഇവരുടെ മുന്നിലുള്ള നിങ്ങളുടെ വില പോവും. ഇത്രയും തല്ലുകൊണ്ടിട്ടും ഇവൾക്ക് എങ്ങനെയാടി ഇത്ര ആത്മവിശ്വാസം കാണിക്കാൻ പറ്റുന്നേ? ഇന്നവളെ കാണാൻ ഭർത്താവ് വന്നിരുന്നല്ലോ. ആളെ ഞാനൊന്ന് കണ്ടു കേട്ടോ. കാണാൻ മിടുക്കനാ.